ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായത് മറ്റൊന്നുമല്ല, രേണു സുധിയുടെ ഒരു പ്രവൃത്തിയാണ്. രേണു സുധി ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. രേണു സുധി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി നിലവിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ നാനാദിക്കിൽ നിന്നും രേണു സുധിക്കെതിരെ ആക്രമണം ഉണ്ടായേക്കാം. രേണു സുധിയുടെ ഈ ഒരു വളർച്ചയിൽ അസൂയാലുക്കളായ പല ആളുകളും രേണു സുധിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. എനിവേ, ഇന്നലെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും വലിയ വിവാദം മറ്റൊന്നുമല്ല, തന്റെ പ്രിയതമനായ തന്റെ സുധിച്ചേട്ടന്റെ ഈ ബഹുമതികളൊക്കെ കട്ടിലിനടിയിൽ ആക്രിക്കാർക്ക് കൊടുക്കാനെന്ന വ്യാജേന കെട്ടി പൊതിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ആ ഒരു സംഭവം പുറം ലോകത്തേക്ക് എത്തിച്ചത് തന്റെ സ്വന്തം മകനായ ഋതപ്പനായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇനിമേ ഒരുപാട് പഴികളാണ് രേണു സുധി ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. അതിനിടയിൽ രേണു സുധി എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ആക്ച്വലി അവിടെ ഉണ്ടായത്? രേണു സുധിയെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? തീർച്ചയായും നമുക്ക് പരിശോധിക്കാം. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് കണ്ടു, സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം അതാണ് പലരും ഇവിടെ രേണു സുധിയെ തെറ്റിദ്ധരിച്ചത്. രേണു സുധി വളരെ അറിഞ്ഞോടുകൂടി അത് തള്ളിക്കളഞ്ഞെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടി ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് വളരെ ഭദ്രമായി, അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു സുധി തന്റെ മകനായ ഋതപ്പനിൽ നിന്നും വളരെ സുരക്ഷിതമായി ഈ ട്രോഫികൾ വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാത്തിരുന്ന് കളിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ ഋതപ്പൻ. ആ ഋതപ്പന്റെ കണ്ണെത്താത്ത അതീവ സുരക്ഷതയുള്ള ഒരു മേഖലയിലേക്ക് ഈ ട്രോഫി മാറ്റുകയായിരുന്നു. നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ ഉണ്ടാക്കുന്നുണ്ടാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. അതായത് രേണു പറയുന്നത് ഋതപ്പൻ ഈ അവാർഡുകൾ, അതായത് തടിയുടെ സാധനങ്ങളാണ്, തടി കിട്ടിക്കഴിഞ്ഞാൽ ഋതപ്പൻ അത് കടിച്ചില്ലാതാക്കി കളയും. കൊച്ചുകുട്ടിയാണ്, ഋതപ്പന്റെ കൈ എത്താത്തൊരു സ്ഥലത്തേക്ക് അത് മാറ്റുക. കാരണം അത്രയും അമൂല്യമായി സുധിച്ചേട്ടന്റെ അവാർഡുകളെ കാണുന്നു. അതായത് തന്റെ അവാർഡുകൾ നശിപ്പിച്ചാൽ പോലും തനിക്ക് കുഴപ്പമില്ല. തനിക്ക് 5-6 അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു വിഷയം ഋതപ്പൻ നശിപ്പിച്ചാൽ പോലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതായത് തന്റെ അവാർഡുകൾ നശിച്ചാലും കുഴപ്പമില്ല, സുധിച്ചേട്ടന്റെ അവാർഡുകൾ നശിക്കരുത്, അത് അമൂല്യമായി താൻ സൂക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് എന്തേ ആളുകൾ കാണാതെ പോയി. അവരെടുത്തു അത് അവാർഡ്, എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സുധിച്ചേട്ടന്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയെന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ്. അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സുധിച്ചേട്ടൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട്. അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിന്റെ ഐഡിയയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ്. അതായത് ഒന്ന് ആലോചിക്കുക, ഋതപ്പൻ സ്കൂളിൽ പോയ സമയത്ത് ഋതപ്പന്റെ കണ്ണ് വെട്ടിച്ച് അതീവ രഹസ്യമായി സുരക്ഷിതമായി ഒരു ചാക്കിൽ കെട്ടി സേഫായിട്ട് കട്ടിലിന്റെ അടിയിൽ വെക്കുന്നു. അതായത് സ്വന്തം റൂമിൽ കട്ടിലിന്റെ അടിയിൽ വെക്കുന്നു. ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സുരക്ഷയാണ് ആ ബഹുമതികൾക്ക് രേണു സുധി ഒരുക്കിയത്. കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ്. അവനതെടുത്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരു വിഷമമാകും. ചേട്ടൻ്റെ ആ ഒരു അവാർഡ് കളഞ്ഞു. ലാസ്റ്റ് കിട്ടിയ ആ ഒരു അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ 24ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടി. അതിടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ്. ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ്. പക്ഷെ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ. അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ്. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ തകർന്നു പോകുന്നത്. ഒരു പരിധി വരെ നിങ്ങൾ ഈ ചെയ്യുന്ന, നിങ്ങൾ കാര്യം അറിഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണം എന്താണ് സംഭവം, എന്നാണ് ഞാൻ കാര്യം പറയും. ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്.
അതായത് രേണു പറയുന്നത് കാര്യങ്ങൾ ആലോചിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ കാള പെറ്റു എന്ന് കരുതി കയറെടുക്കുന്ന ചില ഹിമാറുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അതീവ സുരക്ഷിതമായിട്ട്, അതായത് ബ്ലഡ് സ്റ്റെയിൻ പറ്റിയ ആ ഒരു അവാർഡ് അലമാരയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റ് അവാർഡുകൾ, മറ്റ് ബഹുമതികൾ ബ്ലഡ് സ്റ്റെയിൻ പറ്റാത്തത് കൊണ്ട് അത് കട്ടിലിനടിയിൽ അതീവ സുരക്ഷിതമായി ഒരു മനുഷ്യനും കാണാത്ത രീതിയിൽ വെക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നമുക്ക് വിമർശിക്കാൻ സാധിക്കുക? ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാന്റെ പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഋതപ്പം മാത്രമല്ല, ചേച്ചിയുടെ മക്കളടക്കമുണ്ട്. അതായത് ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവരെല്ലാം വന്ന് ഈ സുധിച്ചേട്ടന്റെ ട്രോഫി അവിടെ ആ ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും സുധിച്ചേട്ടന്റെ ട്രോഫികൾ മാത്രം എടുത്ത് ഈ കുട്ടികൾ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വ്യക്തമാണ്. ആ ട്രോഫി അവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ പണ്ടേ ഈ ട്രോഫികൾ നശിക്കുമായിരുന്നു. എന്നാൽ അതിനൊന്നും ഇട നൽകാതെ അതീവ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക്, അതായത് കുട്ടികൾ ഒരുപാട് വരുന്നൊരു വീടാണ്, ആ ഒരു മേഖലയിൽ നിന്ന് ട്രോഫി സേവ് ചെയ്യാൻ വേണ്ടി അതിവിദഗ്ധമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതാണോ ഏറ്റവും വലിയ പിഴവായി പോയത്? എന്തോ നീ തപ്പുന്ന ട്രോഫി കാണിക്കട്ടെ? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ, 10,000 ട്രോഫികൾ. 10,000 ട്രോഫികളുണ്ടോ? അതെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതീവ സുരക്ഷിതമായി കട്ടിലിനടിയിൽ വെച്ച ട്രോഫികൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഋതപ്പൻ അവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിക്കുക. ഇത്രയും സുരക്ഷ കൊടുത്തിട്ടും ഈ രീതിയിലാണ് ഋതപ്പന്റെ കളികളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കട്ടിലിനടിയിൽ ഇത്രയും സേഫായിട്ട് വെച്ചിട്ട് മറ്റു കുട്ടികളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രീതിയിൽ സേഫായിട്ട് വെച്ചിട്ട് പോലെ ഋതപ്പൻ അത് വളരെ നൈസായിട്ട് കണ്ടുപിടിച്ചു. ഏറ്റവും സുരക്ഷിതമെന്ന് രേണു ചിന്തിച്ച കട്ടിലിനടി പോലും അത്ര സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം ഇതെന്റെ ഫേവറേറ്റ്, ഏറ്റവും അമൂല്യമായ സാധനങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കട്ടിലിനടിയിലേക്ക് പോയേക്കാം. അതായത് അവിടെയാണ് ഏറ്റവും സുരക്ഷ. അവിടെ രേണു സുധിയുടെ ഈ പറഞ്ഞ ട്രോഫികൾ ഇരിക്കുന്ന അത് നമുക്കൊന്ന് കാണാം. അതും ജിന്റപ്പം കാണിക്കുന്നുണ്ട്. നോക്കുക, അതായത് സ്വന്തം ട്രോഫി അലക്ഷ്യമായിട്ട് വീടിന്റെ ഹോളിൽ ആരും എടുത്തോട്ടെ, ഏത് പിള്ളേരെ വന്ന് നശിപ്പിച്ചോട്ടെ, അവിടെ വരുന്ന ഏത് പിള്ളേർക്കും കയറി മേയാനുള്ള ഒരു അവസരം പോലെ തുറന്നിട്ട് കൊടുത്തേക്കുക. രേണു സുധിയുടെ ആ ഒരു മനസ്സ് നോക്കുക. നേരെ മറിച്ച് സുധിയുടെ ആ ഒരു ഉപകാരങ്ങൾ വളരെ സുരക്ഷിതമായി കട്ടിലിനടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടുപിടിച്ചതിൽ നമുക്ക് രേണു സുധിയെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല, കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത്. സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. ഏട്ടന്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു മിസ് യു മിസ് യു. അമ്മ ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. നോക്ക്, ആ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് ആ ഒരു അലമാരയുടെ മുകളിലാണ്. കസാരയിട്ട് കയറി എടുക്കാൻ പാകത്തിലുള്ള അവസ്ഥയിലാണ് വെച്ചിരിക്കുന്നത്. അതൊട്ടുമേ അവിടെ സുരക്ഷിതമല്ല. ഞാൻ വീണ്ടും പറയുകയാണ്, അത് അവിടെ നിന്ന് മാറ്റി കട്ടിലിനടിയിൽ അതീവ സുരക്ഷിതമായി വെച്ചാൽ മാത്രമേ ആ ഫോട്ടോ ഡാമേജ് ആവാതിരിക്കത്തുള്ളൂ. സുധിച്ചേട്ടനുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ കട്ടിലിനടിയിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ രേണു സുധിയെ ചതിച്ചിരിക്കുന്നത് ജിന്റപ്പനും കിച്ചുവുമാണെന്നുള്ളത് വ്യക്തമാണ്. അത് ചതിയല്ല, യാഥാർത്ഥ്യം എന്താണെന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു വ്യഗ്രത പ്രീ പ്ലാൻ ചെയ്തതാണോ എന്ന് പോലും സംശയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രേണു സുധി എന്ന് പറയുന്ന ആ പ്രമുഖ നടിയായ പെൺകുട്ടിയുടെ വിവിധ തരത്തിലുള്ള മെഴികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മെഴികൾ ഉണ്ടായേക്കും. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. എത്രത്തോളം കട്ടിലിനടിയിൽ ഇത്തരം സാധനങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ളത് പ്രത്യേകം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണാം. ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ.